എന്താണ് അവൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയപ്പോൾ പുതപ്പ് വിരിച്ച് നിലത്ത് കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഷാഫിയുടെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങി. ഇവളിത് എന്ത് ഭാവിച്ചാണ് തന്നെ കളിപ്പിക്കാനാകുമെന്ന് ചിന്തിച്ച ആ ചിന്തയുടെ ആയുസ് വളരെ കുറവായിരുന്നു. അവൾ ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ കിടന്നു. അവളുടെ വീട്ടിൽ വന്നപ്പോൾ മുതൽ തുടങ്ങിയ തലവേദന കൂട്ടാൻ പാകത്തിലുള്ള ഈ പ്രവൃത്തി കണ്ട് ഷാഫി കൂടുതൽ നേരം അങ്ങനെ കിടക്കാൻ കഴിഞ്ഞില്ല. ലൈറ്റ് ഓൺ ചെയ്ത് അവളോട് പറഞ്ഞു, അല്ല എന്താ നീ ഈ കാണിക്കുന്നത്? അവൾ നോക്കിയില്ല. നേരത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല, അതാവും. എന്തായാലും ഇവിടെ നിന്ന് പോകുന്നത് വരെ പ്രശ്നം ഉണ്ടാകാതെ നോക്കാൻ മനസ്സ് പറഞ്ഞതോടെ അവളുടെ അരികത്തിരുന്ന് ഷാഫി ഒന്നും ആലോചിക്കാതെ അവളോട് പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ 6:30 എഴുന്നേൽക്കണം, അതല്ലേ ഉള്ളൂ. എഴുന്നേൽക്കാം, പോരെ, നീ ബെഡിൽ കിടക്ക്. നീ ഇങ്ങനെ ഇവിടെ കിടന്നാൽ എനിക്ക് ഉറക്കം കിട്ടില്ല. അവൾ ഒന്ന് അനങ്ങിയെങ്കിലും എഴുന്നേൽക്കാഞ്ഞത് കണ്ടപ്പോൾ ഷാഫി പറഞ്ഞു, ഞാൻ ഈ രാത്രിയിൽ ഇവിടെ നിന്നും പോകാൻ ഇടവരുത്തരുത്. നീ പറയുന്നത് കേൾക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതോടെ അവൾ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ആദ്യമേ ഞാൻ പറയുന്നത് കേട്ടാൽ പോരെ? ഉപ്പ ചായ കുടിക്കാൻ എഴുന്നേറ്റാൽ നിങ്ങൾക്കും കുടിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഉപ്പ രാവിലെ മുതൽ ഓരോ തിരക്കിലാവും. നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഉപ്പ ഇവിടെ കാത്തു നിൽക്കില്ല. ഷാഫി മറുപടിയൊന്നും പറഞ്ഞില്ല. സ്വന്തം വീട്ടുകാർക്കില്ലാത്ത മര്യാദ അതെല്ലാം കണ്ടുപഠിക്കുന്ന ഇവൾക്കുണ്ടാവുമോ? നെടുവീർപ്പിട്ടുകൊണ്ട് ബെഡിലേക്ക് ചെന്നു. അവൾ അപ്പുറത്തേക്കും കിടന്നു. പതിവ് പോലെ യാതൊരു കൂസലുമില്ലാതെ അവൾ ഉറങ്ങി. മാറ്റങ്ങൾ വരുമെന്ന് കരുതി കാത്തിരിക്കാൻ താൻ നിർബന്ധിതനാണെന്ന് മനസ്സിലാക്കിയ ഷാഫി ഒരുപാട് നേരം ഉണർന്നു കിടന്ന് അവസാനം ഉറങ്ങുകയായിരുന്നു. അവൾ പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് ഉപ്പയുടെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലൊന്നും ഉപ്പ സംസാരിച്ചില്ല. ഇന്നലെ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ താൻ മിണ്ടാതിരുന്നതിൻ്റെ പരിഭവമോ മറ്റോ മുഖത്ത് കാണാനും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു മനുഷ്യൻ മരുമകനാണെന്ന് കരുതി എടുത്തു കഴിക്കാൻ പറയുകയോ എടുത്തിട്ട് തരികയോ ഒന്നും ചെയ്തില്ല. എല്ലാം പരീക്ഷണങ്ങളും കൂടി ഒന്നിച്ച് ഇറങ്ങിയതാവും. അമ്മായിയമ്മ വന്ന് ആർക്കെങ്കിലും വേണ്ടി സൽക്കരിക്കുന്നത് പോലെ കഴിക്കാൻ പറഞ്ഞെങ്കിലും അങ്ങോട്ടേക്ക് കൂടുതൽ നോക്കിയില്ല. എല്ലാവർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും കാത്തിരിക്കാം എന്താണ് ഇവരുടെ മനസ്സിലെന്ന്. കൂടുതൽ വൈകാതെ കുളിയും കഴിഞ്ഞ് പോകാനൊരുങ്ങിയപ്പോൾ അവൾ ചോദിച്ചു, വൈകുന്നേരം പോയാൽ പോരെ? എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇഷ്ടപ്പെടാത്ത പോലെ അവൾ അടുക്കള ഭാഗത്തേക്ക് പോയി. അമ്മായിയമ്മ വന്നുകൊണ്ട് ഓള് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അമ്മായിയമ്മയെ നോക്കി ഷാഫി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പോയിട്ട് 1-2 വിരുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാം. അവരൊന്ന് ചിരിച്ചു. ഷാഫി ആരെയും നോക്കുന്നില്ലായിരുന്നു. ഡ്രസ്സ് മാറ്റി വന്ന അവളോട് ഉമ്മയെ വിളിക്ക്, പോവുകയാണെന്ന് പറയാൻ എന്ന് പറഞ്ഞതും അവൾ ഉമ്മയെ വിളിച്ചും കൊണ്ട് വന്നു. എന്നാൽ ഞങ്ങൾ പോട്ടെ, പിന്നീട് വരണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷാഫി മനസ്സിൽ പറഞ്ഞു, ഇനി ഇവിടേക്ക് താമസിക്കാൻ ഷാഫി ഉള്ളപ്പോൾ വരില്ല എന്ന്. യാത്രക്കിടയിൽ അവളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ടെന്ന് വെച്ച് പറയുന്തോറും സ്വഭാവം മാറും. മടുക്കാൻ തുടങ്ങിയാൽ ഇവളെപ്പോലെ ആവില്ല ഞാനെന്നുള്ളത് അവൾക്കറിയാത്ത വന്നിട്ടാണ്. വീട്ടിലെത്തിയ ഉടനെ ഉമ്മ വന്ന് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഭാര്യ വീട്ടുകാരുടെ സൽക്കാരങ്ങളെക്കുറിച്ച് നുണ പറയേണ്ടി വരുന്ന അവസ്ഥ വന്നതോടെ കൂടുതൽ അവിടെ ഇരിക്കാതെ പുറത്തേക്കിറങ്ങി. നേരെ ചെന്നത് സജീറിൻ്റെ അടുത്തേക്കായിരുന്നു. അവനോട് മനസ്സിലുള്ള വിഷമങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് കരുതി ചെന്നപ്പോഴാണ് അവൻ ഇപ്പോഴത്തെ ഭാര്യയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയതും അവൾ പ്രഗ്നൻ്റായ കഥയും പറയുന്നത്. ഇനിയിപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നിയതും അവനോടൊന്നും പറഞ്ഞില്ല. ഏറ്റിക്കൊണ്ടുപോയ ദുഃഖങ്ങൾ തിരികെ ഏറ്റി വീട്ടിലേക്ക് തന്നെ വരുന്നു. കല്യാണത്തിന് വന്ന സുറുമി അവരുടെ വീട്ടിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് വീട്ടിലേക്ക് കയറുന്നത്. ഷാഫിയെ കണ്ടതും സുറുമി അടുത്തേക്ക് വന്നു കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അർജൻറ്റ് വിരുന്നൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് വരണം. പറയാതെ വരരുത്, ഞാൻ വിളിക്കും, അപ്പോൾ വന്നാൽ മതി. കൂടുതൽ വൈകിക്കണ്ട, എത്ര ദിവസം കാണുമോ എന്തോ എന്ന് പതുക്കെ പറഞ്ഞ് ഷാഫി ചിരിച്ചെന്ന്. സുറുമി എന്താ എന്തോ തമാശ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞു, ഒന്നുമില്ല ഇത്ത, വിളിച്ചു വെക്കാതെ വന്നാൽ ചായയും ബിസ്ക്കറ്റും തിന്ന് പോരേണ്ടി വരും. ഷാഫി അതല്ല പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ സുറുമി ചിരിച്ചു എന്നല്ലാതെ വേറെയൊന്നും പറഞ്ഞില്ല. അന്ന് വൈകിട്ട് ഫർസാനയോട് ഒരുങ്ങാൻ പറഞ്ഞതനുസരിച്ച് അവളോടൊപ്പം ഒരു ബീച്ചിൽ പോകാനായി ഇറങ്ങി. ആ യാത്രയിലാണ് ഫർസാന താൻ കരുതുന്നത് പോലെയല്ല ചിന്തിക്കുന്നതെന്ന് ഷാഫി മനസ്സിലാക്കാൻ തുടങ്ങുന്നത്.